നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഫോട്ടോഷോപ്പിൽ സ്മാർട്ട് ഒബ്ജക്ട്സ് എന്താണ് എന്നുള്ളതാണ്. സ്മാർട്ട് ഒബ്ജക്ട്സ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചില പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ മോഡലിൻ്റെ കവിളിൽ ഞാനൊരു ടാറ്റു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാ നമുക്ക് കാണാം, അതൊരു ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലെയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതാ അതിന് സ്മാർട്ട് ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സ്മാർട്ട് ഫിൽറ്റേഴ്സിൽ ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആകുമ്പോഴാണ് ഇവിടെ സ്മാർട്ട് ഫിൽറ്റേഴ്സ് എന്ന് കാണിക്കുന്നത്. നമുക്ക് ഈ ലെയറിൽ കാണാം ഗൗസിയൻ ബ്ലർ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇൻഡിക്കേറ്റ്സ് ലെയർ ഹാസ് അഡ്വാൻസ്ഡ് ബ്ലെൻഡിങ് ഓപ്ഷൻസ്. അതുകൂടാതെ ഇൻഡിക്കേറ്റ്സ് ഫിൽറ്റർ എഫക്ട്സ്. ഇത്രയും കാര്യങ്ങൾ ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടാറ്റു 1 എന്നാണ് ആ ലെയറിൻ്റെ പേര്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒബ്ജക്റ്റിനെ ഫോട്ടോഷോപ്പിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുമ്പോഴോ നമുക്ക് അതിനെ എൻലാർജ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, അതിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടതായിട്ട് വരും, പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും സ്മാർട്ട് ഒബ്ജക്ട്സ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൻ്റെ ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ചില കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ അതിൽ ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒബ്ജക്റ്റിൽ ഒന്ന് എയർ ബ്രഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധിക്കില്ല. ഞാനിവിടെ ബ്രഷ് ടൂൾ എടുക്കുന്നു. ഇതാ ഒരു ക്രോസ് ചിഹ്നം നമുക്ക് കാണാം. നമുക്ക് എയർ ബ്രഷ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കിതിനെ എൻലാർജ് ചെയ്യുമ്പോഴും ഡിസ്റ്റോർട്ട് ചെയ്യുമ്പോഴും റെഡ്യൂസ് ചെയ്യുമ്പോഴൊന്നും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജാണ്. അത് നമുക്ക് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ ഈ ലെയർ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഇല്ലസ്ട്രേറ്ററിൽ നിന്നും ഡ്രോയിങ് ഞാനിവിടെ ഇതാ കോപ്പി ചെയ്യുന്നു. എഡിറ്റ്, കോപ്പി അല്ലെങ്കിൽ Ctrl+C ആണ് അതിനുള്ള ഷോർട്ട് കട്ട്. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഇതാ അതിനെ പേസ്റ്റ് ചെയ്യുകയാണ്. Ctrl+V. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ പലതരം ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്മാർട്ട് ഒബ്ജക്റ്റ്, പിക്സൽസ്, പാത്ത്, ഷേപ്പ്, ലെയർ. ഞാനിവിടെ ആദ്യം പിക്സൽസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഇതാ അതിൻ്റെ ഒറിജിനൽ സൈസിൽ ഇവിടെ പേസ്റ്റ് ആയിരിക്കുകയാണ്. ഞാനിവിടെ അതിനെ കമ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ കമ്മിറ്റ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ നമുക്ക് എൻ്റർ പ്രസ് ചെയ്താലും മതി. ഞാനിവിടെ ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോഴിത് സ്മാർട്ട് ഒബ്ജക്റ്റ് അല്ല, നോർമൽ ലെയർ ആണ്. ഞാനിതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുകയാണ്. Ctrl+T അല്ലെങ്കിൽ Command+T ആണ് അതിനുള്ള ഷോർട്ട് കട്ട്. ഞാനിവിടെ റെഡ്യൂസ് ചെയ്യുന്നു. ഇതാ ഇത്രയും റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഞാൻ അതിനെ എൻലാർജ് ചെയ്യുന്നു. അതിൻ്റെ ഒറിജിനൽ സൈസിലേക്ക് എൻലാർജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം പിക്സലേറ്റ് ആയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ അതിനെ എൻ്റർ ഉപയോഗിച്ച് കമ്മിറ്റ് ചെയ്യുന്നു. ഇതാ ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാണുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ ലെയർ ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി അതിനെ പേസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ ക്ലിപ്പ് ബോർഡിൽ അത് ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ Ctrl+V ഉപയോഗിച്ച് വീണ്ടും പേസ്റ്റ് ചെയ്യുന്നു. ഈ പ്രാവശ്യം ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ കമ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു. ഇതാ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തതിന് ശേഷം മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നു. ഇതാ അതിനുശേഷം വീണ്ടും ഞാൻ എൻലാർജ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് എൻലാർജ് ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. കാരണം അതിൻ്റെ പ്രപ്പോർഷൻ കൺസ്ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതാ ഞാൻ മാക്സിമം എൻലാർജ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അതിന് പിക്സലേഷൻ സംഭവിക്കുന്നില്ല, പിക്സലേറ്റ് ആയിട്ടില്ല. അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി എൻലാർജ് ചെയ്ത് നോക്കാം. ഇതാ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇതാണ് ഒരു വെക്ടർ ഒബ്ജക്റ്റിനെ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റായി ഫോട്ടോഷോപ്പിൽ പ്ലേസ് ചെയ്യുകയോ പേസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് പല രീതിയിൽ ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു രീതിയാണ് കാണിച്ചത്, അതായത് ഇല്ലസ്ട്രേറ്ററിൽ നിന്നും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇനി അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് നേരെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാ ഞാൻ ഇവിടെ നിന്നും ഇങ്ങനെ നേരെ ഫോട്ടോഷോപ്പിൽ ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോഴും അവിടെ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ചോദിക്കുന്നതാണ്. ഇതാ ആദ്യം ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റാണ് സെലക്ട് ചെയ്തിരുന്നത്, അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി സ്മാർട്ട് ഒബ്ജക്റ്റ് ആയി തന്നെയാണ് ഇവിടെ പേസ്റ്റ് ആയിരിക്കുന്നത്. ഇനി അതുകൂടാതെ നമുക്ക് മറ്റൊരു രീതിയിലും ഇതിനെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഫയൽ, പ്ലേസ്, ഇതാ പ്ലേസ് ലിങ്ക്ഡ് ഉണ്ട്. അവിടെ നിന്നും ഇതാ ഡെസ്ക്ടോപ്പിൽ സ്മാർട്ട് ഒബ്ജക്ട്സ് ടാറ്റു 2 എന്ന ഈ ഒബ്ജക്റ്റിനെ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്.
ഇവിടെ അപ്പോൾ അതിന് ഓപ്പൺ ആ സ്മാർട്ട് ഒബ്ജക്റ്റ് ചില ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെ ഓക്കെ കൊടുക്കുകയാണ്. ഇതാ ഇപ്പോൾ ഇവിടെ സ്മാർട്ട് ഒബ്ജക്റ്റായി പ്ലേസ് ആയിരിക്കുകയാണ്. ആ പഴയ ലെയർ നമുക്കൊന്ന് നോക്കാം, എന്തൊക്കെയാണ് അതിൽ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാ ഒരു ടാറ്റു ആക്കി അതിനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് വീണ്ടും ഒരു ടാറ്റു ആക്കി നോക്കാം. ഇപ്പോഴത് ഒരു ടാറ്റു ആണെന്ന് നമുക്ക് തോന്നില്ല, വെറുതെ ഒരു ഇമേജ് അവിടെ വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അതിന് ചില സ്വാഭാവികമായും അതിൻ്റെ സ്കിന്നുമായി ബ്ലെൻഡ് ആകേണ്ടതുണ്ട്. അതിനായി ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഷേപ്പ് ആക്കേണ്ടി വരും. ഇതിൻ്റെ ഈ താഴെ സൈഡിലെല്ലാം ചെറിയ കുഴികളൊക്കെ ഉണ്ട് ഈ കവിളിൽ. അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്കൊന്ന് മാറ്റേണ്ടി വരും. അതിന് ഞാൻ ഇവിടെ ട്രാൻസ്ഫോം എടുത്ത് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഇതാ ട്രാൻസ്ഫോമിൽ വാർപ്പുണ്ട്, ആ വാർപ്പ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ അത് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം അത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ്. നമുക്കിതിനെ വീണ്ടും ഒന്നുകൂടി സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. ഇതാ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു ലെയറിൽ, അതിനുശേഷം കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. വീണ്ടും ഒന്നുകൂടി അത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിരിക്കുകയാണ്. ഇതാ ഇവിടെ ആ സിമ്പൽ മാറിയിരിക്കുന്നു. ലെയറിൻ്റെ ഈ റൈറ്റ് ബോട്ടം കോർണറിൽ ആ സിമ്പൽ മാറിയിരിക്കുകയാണ്. ഇനി എനിക്കിതിനെ വീണ്ടും ട്രാൻസ്ഫോം ചെയ്യാവുന്നതാണ്. ഇതാ ഇപ്പോൾ ഇവിടെ നമുക്കിതിനെ വാർപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇത് ഒരല്പം അങ്ങോട്ട് വളയ്ക്കുകയാണ്. ഇതാ ഒരല്പം വളച്ചുകൊണ്ട് നമുക്ക് ആ ഷേപ്പിനനുസരിച്ച് ഇതിനെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. ഇതാ ഓക്കെ, അത്രയും മതിയാവും. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല, എങ്കിലും കുറച്ച് ചെറുതാക്കുകയും ചെയ്യാം. ഓക്കെ, ഇത്രയും മതി. എനിക്ക് കുറച്ചുകൂടി വലുതാക്കാം. ഓൾറൈറ്റ്, ഓക്കെ. അതിനുശേഷം ഇതിൻ്റെ ബ്ലെൻഡ് ഓപ്ഷൻസ് ഒന്ന് മാറ്റുകയാണ്, മൾട്ടിപ്ലൈ ആക്കുകയാണ്. ഓക്കെ, മൾട്ടിപ്ലൈ കുഴപ്പമില്ല. അപ്പോൾ അതിന് ആ സ്കിന്നിൻ്റെ ടോണെല്ലാം നമുക്ക് വളരെ വ്യക്തമായി ഇതിനുള്ളിലൂടെ തന്നെ കാണാവുന്നതാണ്. ആ സ്കിന്നിൻ്റെ ചെറിയ ചെറിയ ഹെയർ ഉണ്ട് ആ സ്കിന്നിൽ, അതെല്ലാം വളരെ കൃത്യമായി നമുക്ക് കാണാവുന്നതാണ്. ഇനി മറ്റൊന്ന് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത്, ഇവിടെ ഈ ഹൈലൈറ്റ് കാണുന്നുണ്ട്. ഒന്നുകൂടി ചെറുതാക്കി നോക്കാം. ഈ കവിളിൽ ഇവിടെ ഈ ചീക്കിൽ ഇവിടെ ഒരു ഹൈലൈറ്റ് കാണുന്നുണ്ട്. ആ ഹൈലൈറ്റ് നമുക്ക് ഈ ടാറ്റുവിനും വേണ്ടതാണ്. അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാവുന്നതാണ്. എന്നാൽ അതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നാച്ചുറലായി നമുക്ക് കിട്ടുന്ന മറ്റൊരു ഓപ്ഷനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഈ ലെയറിൻ്റെ റൈറ്റ് സൈഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാ അപ്പോൾ അതിൻ്റെ ലെയർ സ്റ്റൈൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഈ ലെയർ സ്റ്റൈലിൽ ഇവിടെ താഴെ അണ്ടർലേയിങ് ലെയർ ഉണ്ട്. അണ്ടർലേയിങ് ലെയറിൽ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളിൽ ഞാൻ ഓൾട്ട് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ട്രയാങ്കിൾ രണ്ടായി സ്പ്ലിറ്റ് ആവുകയാണ്. ഞാൻ അതിൽ ലെഫ്റ്റ് സൈഡ് ട്രയാങ്കിളിനെ ഇങ്ങനെ ഇടതുവശത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അവിടെ ആ ഹൈലൈറ്റിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. ഇതാ ഹൈലൈറ്റുമായി അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ ഒറിജിനൽ ടോണുമായി ഏറ്റവും നന്നായി ബ്ലെൻഡ് ആവുന്നത്, അതോടൊപ്പം ഹൈലൈറ്റ് അവിടെ കാണുന്നതും നമുക്കിവിടെ ദൃശ്യമാവുകയാണ്. എനിക്ക് ഏതാണ്ട് ഇത് മതിയാവും. ഞാനത് ഓക്കെ കൊടുക്കുകയാണ്. ഓൾറൈറ്റ്, ഇപ്പോൾ അവിടെ ഒരു സിമ്പൽ നമുക്ക് കാണാം ആ ലെയറിൻ്റെ റൈറ്റ് സൈഡിൽ. അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ വായിച്ചെടുക്കാവുന്നതാണ്. ഇൻഡിക്കേറ്റ് ലെയർ ഹാസ് അഡ്വാൻസ്ഡ് ബ്ലെൻഡിങ് ഓപ്ഷൻസ്. നമ്മളിവിടെ ഒരു അഡ്വാൻസ്ഡ് ബ്ലെൻഡിങ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഹൈലൈറ്റ് കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ബ്ലർ ചെയ്യാം. അതിൻ്റെ ഒരു സ്വാഭാവികത കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ ഫിൽറ്ററിൽ പോകുന്നു, ബ്ലർ എടുക്കുന്നു, ഗോഷിയൻ ബ്ലറാണ് കൊടുക്കുന്നത്. ഇതാ ഇവിടെ ഞാൻ നേരത്തെ കൊടുത്തിരിക്കുന്ന അതേ എമൗണ്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. വേണമെങ്കിൽ ഒരു 1 പോയിന്റ് കൂടി കൂട്ടാം, ഒരു 1 ആക്കാം, വേണമെങ്കിൽ 0.9. ഇതാ 1 ആക്കിയിരിക്കുകയാണ്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. അത് മതി എനിക്ക് തൽക്കാലം. ഇപ്പോൾ ആ ടാറ്റുവിൻ്റെ ഏതാണ്ട് ഒരു സ്വാഭാവിക രീതി നമുക്കവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനിയും വേണമെങ്കിൽ എനിക്കിതിനെ മറ്റൊരു രീതിയിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ ഇൻഡിസൈനെല്ലാം വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഇൻഡിസൈനിൽ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ഒരു വെക്ടർ ഒബ്ജക്റ്റിനെ ഇല്ലസ്ട്രേറ്ററിൽ നിന്നോ ഫോട്ടോഷോപ്പിൽ നിന്നോ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും അതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ പോയി എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ സ്മാർട്ട് ഒബ്ജക്റ്റിനെ നമുക്ക് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഞാനിവിടെ ഈ ട്രയാങ്കിളിൽ ഇതാ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു വാർണിംഗ് ഉണ്ട്, നമ്മളത് ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ ആ ഒറിജിനൽ ഇമേജ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എനിക്ക്. ഞാൻ ഇതിനെ വീണ്ടും ഇവിടെ എഡിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒറിജിനൽ ഇല്ലസ്ട്രേറ്റർ ഇമേജിൽ ഓപ്പൺ ആവുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇല്ലസ്ട്രേറ്ററിൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ഇല്ലസ്ട്രേറ്ററാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ അതിനെ ഓൾ സെലക്ഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം അതിനൊരു ഔട്ട്ലൈൻ തിക്നെസ് കൊടുത്തിട്ട് ഓക്കെ, ഞാനിവിടെ സ്ട്രോക്ക് എടുക്കുകയാണ്. സ്ട്രോക്ക് എടുത്തതിന് ശേഷം ഒരു 3 പോയിന്റ് കൊടുക്കുന്നു. അതിനുശേഷം
അതിന് ഒരു ഗ്രേഡിയൻ്റ് കൊടുക്കുകയാണ്. ഒരു ഗ്രേഡിയൻ്റ് കൊടുത്തുകൊണ്ട് നമുക്കതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കാം. ആ ഔട്ട്ലൈനിൻ്റെ ഞാനിവിടെ സ്വാച്ചസ് എടുക്കുന്നു. സ്വാച്ചസിൽ ഇതാ എനിക്കൊരു ബിൽറ്റ് ഇൻ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഇത് മതി എനിക്ക് തൽക്കാലം. അതിൻ്റെ ആംഗിൾ ഞാനൊന്ന് മാറ്റുകയാണ്. ഒരു 90 ആക്കുന്നു. ഓക്കെ, ഇത് മതി. ഇപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ ഒരു തിക്നെസ് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാവുന്നതാണ്. ഒരു 2 ആക്കാം. ഓൾറൈറ്റ്, 2 മതി എനിക്ക്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇവിടെ ഈ ഇല്ലസ്ട്രേറ്റർ ഫയലിനെ അങ്ങ് സേവ് ചെയ്യുകയാണ്. Ctrl+W അല്ലെങ്കിൽ Command+W ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതാ സേവ് ചോദിക്കുന്നു. ഞാൻ സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇതാ രസകരമായ ഒരു വസ്തുതയാണ്. നമുക്കിവിടെ ഇൻഡിസൈനിൽ മറ്റും സംഭവിക്കുന്നത് പോലെ തന്നെ ഫോട്ടോഷോപ്പിലും ഇതിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ടാറ്റു 2 ഇവിടെ PSB ഫയലായി ആ സ്മാർട്ട് ഒബ്ജക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിന് ഞാൻ ഇതാ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ സേവ് ചോദിക്കുന്നു. സേവ് ചെയ്തിരിക്കുന്നു. ഇതാ ആ ഫോട്ടോഷോപ്പിൻ്റെ ഒറിജിനൽ ഫയലിൽ അത് സേവ് ആയിരിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ സ്മാർട്ട് ഒബ്ജക്ട്സിനെ നമുക്ക് ഒരു ലിങ്ക് ഫയലായിട്ട് തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതും മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് സ്മാർട്ട് ഒബ്ജക്ട്സിൻ്റെ. ഇനിയും നമുക്ക് ഇതിൻ്റെ കളറിനെ മാറ്റാവുന്നതാണ്. ഞാനിവിടെ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ആ സ്മാർട്ട് ഒബ്ജക്റ്റിനെ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അതാ ഒറിജിനൽ ഫയൽ ഓപ്പണായി വന്നിരിക്കുകയാണ്. ഞാൻ അതിനെ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ കളർ ഞാനൊന്ന് മാറ്റുകയാണ്. ഇതാ ഫിൽ കളർ വേണമെങ്കിൽ എനിക്കൊന്ന് മാറ്റാം. ഞാനൊരു മജൻഡ ആക്കുകയാണ്. അല്ലെങ്കിൽ ബ്ലൂ ആക്കാം. ഞാനിപ്പോൾ ബ്ലൂ ആണ് ആക്കുന്നത്, ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് കളർ ടോൺ ആകുന്നതിന് വേണ്ടി. ഓക്കെ, ഞാനിപ്പോൾ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഫോട്ടോഷോപ്പ് എടുക്കുന്നു. ഇതാ അവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനത് സേവ് ചെയ്യുകയാണ്. ഇതാ വളരെ ഭംഗിയായി ആ ടാറ്റുവിൻ്റെ കളർ അവിടെ മാറിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫോട്ടോഷോപ്പിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ ഇല്ലസ്ട്രേറ്ററിൽ അതിൻ്റെ ഒറിജിനൽ ഫയലിൽ ഞാൻ അതിൻ്റെ കളർ മാറ്റിയപ്പോൾ ഇതാ ഫോട്ടോഷോപ്പിൽ അത് അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ഇതിനെ ഞാൻ വീണ്ടും ഈ ഒബ്ജക്റ്റിനെ മാറ്റി മറ്റൊരു ഒബ്ജക്റ്റിനെ ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അതൊരു PSB ഫയലായി ആ സ്മാർട്ട് ഒബ്ജക്റ്റ് അവിടെ മാറിയിരിക്കുകയാണ്. ഞാനിവിടെ പുതിയ ഒരു ഫയൽ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ പ്ലേസ് ലിങ്ക്ഡ് ഇതാ ടാറ്റു 3 ഉണ്ട്. ഞാൻ പ്ലേസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ മറ്റൊരു ടാറ്റു ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് വലുതാക്കി ഞാൻ. ഇപ്പോൾ ഇത് നമ്മുടെ പേസ്റ്റ് ബോർഡിന് പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്യാൻവാസിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതിനെ എനിക്ക് കൂടുതലായി കാണണം. അതിന് ഞാൻ ഇവിടെ പോകുന്നത് ഇമേജിൽ ഇതാ റിവീൽ ഓൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായി നമുക്ക് കാണാവുന്നതാണ്. ഞാനിവിടെ സേവ് ചെയ്യുന്നു. മറ്റൊരു ലെയർ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം സേവ് ചെയ്യുന്നു. ഓക്കെ, എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇതാ ഇവിടെ ഫോട്ടോഷോപ്പിൽ ഓട്ടോമാറ്റിക്കലായി ആ ടാറ്റു അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഞാൻ ആ ടാറ്റുവിന് കൊടുത്തിരുന്ന ആ എഫക്റ്റുകൾ മുഴുവനായി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ ബ്ലർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതാ മൾട്ടിപ്ലൈ ആണ് കിടക്കുന്നത്. അതോടൊപ്പം ഇവിടെ വന്ന ആ ഹൈലൈറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു വെക്ടർ ഗ്രാഫിക്കിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയതിനു ശേഷം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ചില അഡ്വാൻറ്റേജസ്, ചില പ്രയോജനങ്ങൾ. ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഇൻഡിസൈൻ എന്നിവയുടെ മലയാളത്തിലുള്ള കൂടുതൽ വീഡിയോ ട്യൂട്ടോറിയൽസ് കാണുന്നതിനായി ഈ ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.